ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന നക്ഷത്രക്കാർ അവര് ഈ കർക്കിടക മാസത്തില് ദേവിക്ക് ഞാനീ പറയുന്ന ഒരു ലളിതമായ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. ഈ കാര്യം ചെയ്യാതെ പോകരുത്. ചെയ്താൽ അവരുടെ ജീവിതത്തിലേക്ക് ദേവി ജീവിതം മുഴുവൻ വലിയ ഐശ്വര്യങ്ങളെ, സാമ്പത്തികം, അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് ഭൂമി, വീട്, സമ്പത്ത്, ഐശ്വര്യം, തൊഴിലുയർച്ച എല്ലാം നൽകും. അപ്പൊ ഈ കർക്കിടക മാസം ഇത് അറിയാതെ പോകരുത്. കർക്കിടക മാസം ദേവിക്കും വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. അപ്പൊ ഞാനീ പറയുന്ന നക്ഷത്രക്കാര് ഞാൻ ഏകദേശം ഒരു 11 നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നക്ഷത്രക്കാര് ഞാനീ പറയുന്ന കാര്യം കർക്കിടക മാസം ചെയ്യാതെ പോകരുത്. എന്താണെന്ന് പറയുന്നുണ്ട്, വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കർക്കിടക മാസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒരു കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു വലിയ രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം. കാരണം അതെല്ലാവരും അറിയേണ്ടതാണ്. നിങ്ങളൊരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ അങ്ങനെയുള്ള എല്ലാവരും കണ്ടിരിക്കണം. ഈ വീഡിയോയിൽ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു രഹസ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് വീഡിയോയുടെ ഏകദേശം അവസാനവും ഒക്കെ ആയിരിക്കാം, അല്ലെ പകുതി ഭാഗം കഴിഞ്ഞൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോയുടെ പരമ പുണ്യമാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ കാര്യം അറിഞ്ഞാൽ, നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിയാതെ വേറെ എന്തറിഞ്ഞാലും അതിൽ വലിയ കാര്യമില്ല. കാരണം പണ്ട് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ ഒരു കഥയാണ്. അതായത് ഒരു വള്ളത്തില് പണ്ഡിതന്മാരെ എല്ലാം കൊണ്ടൊരു വള്ളത്തിൽ തുഴഞ്ഞ് അക്കരയ്ക്ക് കൊണ്ടുപോവുക ഒരു പണ്ഡിതനെ. അപ്പോഴും പണ്ഡിതൻ ചോദിക്കും, വള്ളക്കാരനെ തുഴയുന്ന ആളോട് ചോദിക്കും, നിങ്ങൾക്ക് അതറിയാമോ ഇതറിയാമോ ഒക്കെ ചോദിക്കും. അപ്പം പറയും, നിങ്ങളുടെ ആയുസിന്റെ പകുതി പോയി, നിങ്ങളുടെ ആയുസിന്റെ മുക്കാല് പോയി, ഓരോ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയുമ്പം ലാസ്റ്റ് വള്ളക്കാരൻ ഒരു ചോദ്യം ചോദിക്കും, കാറ്റും മഴയും കോളും വരുന്നു. പണ്ഡിതനോട് ചോദിക്കും, നിങ്ങൾക്ക് നീന്താൻ അറിയാമോ? ഇപ്പം പറഞ്ഞു, നീന്താൻ അറിയത്തില്ല, എന്നാൽ നിങ്ങളുടെ ആയുസ് മുഴുവൻ പോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ അറിയാതെ പോയാൽ നമ്മൾ ഈ എന്തറിഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു അറിവ് കിട്ടിയാൽ പരമ പുണ്യമാണ്. അല്ലാതെ വേറെ എന്തറിഞ്ഞാലും ആ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു രഹസ്യം നിങ്ങൾ അറിയണം. കാരണം ഇത് പണ്ടൊരിക്കലും ഞാൻ പറയണമെന്ന് വിചാരിച്ച അന്ന് എനിക്ക് അതിനുള്ള അറിവ് കിട്ടിയില്ല. ഇപ്പോഴെനിക്ക് അതിൻ്റെ ഒരു ജ്ഞാനം കിട്ടി. അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ആര് ഇത് പവിത്രമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് കുറവില്ല, വേറെ ഡോക്ടറെ കാണണം. അതോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പോകാവുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. ആ ക്ഷേത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ പരമ പുണ്യം, പരമ പവിത്രമായ ഒരു വീഡിയോ ആണ്. എല്ലാ വീഡിയോ അങ്ങനെ തന്നെ, പക്ഷേ ഈ വീഡിയോ എല്ലാ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരും കാണേണ്ട വീഡിയോ ആണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു. അതിനുമുമ്പ് ഒരു കാര്യം പറയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണ്ടി വരും. അതൊക്കെ ഞാൻ പറയും. എന്നിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വരാം. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ. കാരണം എന്താ പറയുക, ഇന്ന് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് വാട്സപ്പിൽ എനിക്ക് വന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ആ ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന് ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഞാൻ എല്ലാവർക്കും എങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അത് പിന്നെ എപ്പോഴും പറഞ്ഞു കൊടുക്കത്തില്ല. അത് ആവശ്യമുള്ളവർ ചെയ്യണം, ചെയ്തില്ലേ അവരവരുടെ ഇഷ്ടമുള്ള ചെയ്യാം. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം ഇദ്ദേഹം എപ്പോഴും വിളിച്ചിട്ട് പറയും, സാറേ എനിക്കത് ഞാനും ചെയ്തിട്ട് ഫലം ഉണ്ടാകുന്നില്ല. ഇദ്ദേഹം എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, സാറേ എനിക്ക് ഒരുപാട് കടമുണ്ട്, അത് ഫലം ഉണ്ടാകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ,
നിങ്ങളത് ചെയ്യുമ്പോൾ ആ മനസ്സ് ദേവത ചെല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പറഞ്ഞു തരുന്ന ആത്മാർത്ഥമായിട്ടാണ്, അതൊരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേനും ഏതായാലും ഇന്ന് മെസ്സേജ് വന്നു, വർഷങ്ങൾക്ക് ശേഷമാണ്. സാറേ, നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തു, എൻ്റെ കടങ്ങൾ ഒരുപാട് മാറി. ആദ്യം തന്നെ മെസ്സേജ് തുടങ്ങുന്ന ഒരു സന്തോഷകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി, അദ്ദേഹത്തിൻ്റെ കടങ്ങൾ ഒരുപാട് മാറി. അപ്പം ഞാൻ ഇന്നും ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ചെയ്തോ അപ്പം ഫലം കിട്ടും, അല്ലേ ഫലം കിട്ടത്തുമില്ല. അതേ ഇന്നും പറയുന്നുള്ളൂ. അത് വേറൊന്നും എനിക്ക് പറയാനില്ല. പറഞ്ഞു തരുന്നത് ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാവും, ഇല്ലേ ഉണ്ടാകത്തില്ല. അതാ ചെയ്യുന്ന രീതിയിലാണ് കാര്യം ഇരിക്കുന്നത്. വളരെ സന്തോഷം. പിന്നെ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്തു, അവരുടെ ലോൺ പാസ്സായി, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തു, വളരെ സന്തോഷം. വേറൊരാൾ മെസ്സേജ് ചെയ്തു, അവർക്ക് ദുബായിൽ നിന്ന് വിസയൊക്കെ പിന്നെ എല്ലാം ശരിയായി. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഇതെല്ലാം ഞാൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ചെയ്തവരാണ്, നല്ല കാര്യങ്ങളാണ്. പിന്നെ കുറേ മെസ്സേജുകളുണ്ട്, എല്ലാം നമുക്ക് പറയാൻ സമയമില്ലെങ്കിലും മനസ്സിൽ സന്തോഷം തോന്നിയ ചില കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വരുവാണ്, എല്ലാം പറഞ്ഞുതരാം. അപ്പോഴേ ആദ്യം പറയുന്ന നക്ഷത്രം ഭരണിയാണ്. ഭരണി നാളുകാർ. അപ്പോൾ ഭരണി നാളിൻ്റെ ഒരു ചെറിയ ചില രഹസ്യങ്ങളോട് പറഞ്ഞു പോയേക്കാം. ഭരണി നാളുകാർക്ക് ഫിനാൻസ് ഫീൽഡ് നല്ലതാണ്, ടെക്നിക്കൽ ഫീൽഡ് നല്ലതാണ്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് സ്റ്റിച്ചിങ്, എംബ്രോയിഡറി വർക്ക്സ്, ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. പിന്നെ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ ആയിക്കോട്ടെ, ഈ ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾ ഇതൊക്കെ നല്ലതാണ്. ഭരണി നാളുകാർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ വഴികളാണ്, പൊതുവായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഭരണി ആദ്യത്തെ നക്ഷത്രം, മകം രണ്ടാമത്തെ നക്ഷത്രം. ഞാൻ ഇന്ന് പറയുന്ന 11 നക്ഷത്രത്തിലാണ് മകം. ഇവരെല്ലാം കർക്കിടക മാസം ദേവിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ നക്ഷത്രത്തെക്കുറിച്ച് ചെറുതായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന 1-2 രഹസ്യങ്ങൾ പറഞ്ഞു പോവാം. മകം നക്ഷത്രം. ഈ മകം ആളുകാർക്ക് സ്ഥിരതയുള്ള ജോലി ചെയ്യാൻ കഴിവുള്ളവരാണ്, അല്ലെ ഒരു ജോലി തന്നെ ദീർഘനാൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ബാങ്കിങ് മേഖല നല്ലതാണ്, ഫിനാൻസ് മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്, സർവീസിങ് മേഖല നല്ലതാണ്. പക്ഷെ പ്രധാനം ഇതുപോലെ നീല നിറത്തിലുള്ള ഒരു കൃഷ്ണന്റെ പ്രതിമ വീട്ടിൽ വെച്ചോ ഓം കൃഷ്ണായ നമ്മ ജപിച്ചാൽ മതി, പെട്ടെന്ന് രക്ഷപ്പെടും. പിന്നെ കുടുംബക്ഷേത്രത്തിലും പോയി വഴിപാട് ചെയ്യണം. പിന്നെ ഈ കർക്കിടക മാസത്തിൽ ഭദ്രകാളിക്ക് ചെയ്യേണ്ട പറഞ്ഞുതരാം. ഭരണി മകം. ഇനി തൃക്കേട്ട നാള്. തൃക്കേട്ട നാളുകാർക്ക് ഡിസൈനിങ് മേഖല നല്ലതാണ്, എഞ്ചിനീയറിംഗ് മേഖല നല്ലതാണ്. അതുപോലെ സർക്കാർ അതുപോലുള്ള വകുപ്പുകള്, പിന്നെ മറ്റുള്ളവരെ പരാജയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഇവർക്ക് വിജയിക്കാനുള്ള കഴിവുണ്ട്. ഇവർക്കൊരു നല്ലൊരു സ്പെഷ്യലായിട്ടൊരു നോളജ്, അല്ലെ ഒരു പ്രത്യേക ബുദ്ധിയുള്ളവരാണ്. മറ്റുള്ളവർ ചില കാര്യം പറ്റത്തില്ലെന്ന് വിചാരിച്ച് ഇവരത് ചെയ്യാൻ ബുദ്ധിയുള്ളവരാണ് തൃക്കേട്ടക്കാർ. അപ്പം തൃക്കേട്ടക്കാരും ഭദ്രകാളിയെ വിളിക്കണം. അപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞുതരാം കേട്ടോ, ഈ ഏത് വഴിപാടാണ് ഈ 11 നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടെന്നുള്ള ഇപ്പം ഞാൻ ഇത് പറഞ്ഞുതരാം. ഈ നക്ഷത്രത്തിന് ചില പ്രത്യേകത ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ഭരണി മകം തൃക്കേട്ട ഉത്രട്ടാതി നാളുകാർ ടീച്ചിങ് പ്രൊഫഷൻ നല്ലതാണ്, അഡ്വൈസിങ്, അഡ്മിനിസ്ട്രേഷൻ, ടെക്നിക്കൽ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. കൃഷ്ണനെ വിളിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അപ്പം ഭരണി മകം തൃക്കേട്ട ഉത്രട്ടാതി ഈ നാളുകാർ ചന്ദ്രകർമ്മയാണ് DNA അസ്ട്രോളജി അനുസരിച്ച്. ഇതിൽ ഏതെങ്കിലും 2 നാൾ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ പിന്നെ ആ വീട്ടിൽ ഒരു കൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതിയൊക്കെ പെട്ടെന്ന് ജീവിതം മാറുമെന്നുള്ളതാണ്. കാരണം ആ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. എന്ന് വെച്ചാൽ പിന്നെ അപ്പം അവർ ഈ ഭദ്രകാളിയും കൃഷ്ണന്റെയും ഒക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാൽ വലിയ ഉയർച്ചയിലേക്ക് വരും കേട്ടോ. പിന്നെ അടുത്ത പറയാൻ പോകുന്ന കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഫിനാൻസ് മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്, സർവീസിങ് മേഖല നല്ലതാണ്. ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ഇപ്പോൾ MBA ഫിനാൻസ് ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പോലീസ്, ഫോഴ്സ്, സർവീസ് ഇങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. കഴിവുള്ളവർ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർ. ഇവർ പൊതുവെ അല്പ ഭാഗ്യവാന്മാരും കൂടാണ്. പല കാര്യങ്ങളും ഒരു ചെറിയ ഭാഗ്യം ഇവർക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞാൽ 8ന്റെ പണി പല സൈഡിൽ നിന്ന് വരും. അങ്ങനെ വരുന്നവർക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭദ്രകാളിക്ക് അത് ഉപകാരപ്പെടാറുമുണ്ട്. കാർത്തിക പൂരം നാളുകാർക്ക് അവർക്ക് ജീവിതത്തിന് ഒരു മധ്യഭാഗം കഴിഞ്ഞ് ഒരു 38 വയസ്സിന് മേൽത്തൊട്ടായിരിക്കും ശരിക്കും ലൈഫിൽ ഉയർച്ച തുടങ്ങുന്നത്. അതുപോലെ വളരെ പ്രതികൂലതകളും തടസ്സങ്ങളും ഒക്കെ ആയിരിക്കും. സ്വന്തം നിലയിൽ ഒരു തൊഴിൽ ചെയ്യാനോ ഒക്കെ കഴിവുള്ളവരാണ്. ഇവർക്ക് ഫിനാൻസിങ് മേഖല നല്ലതാണ്, സർവീസിങ് മേഖല നല്ലതാണ്. ഇവര് സർവീസിങ്ങിനൊക്കെ പ്രത്യേക മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാൻ, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഇതിനൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് പൂരം നക്ഷത്രക്കാർ. ഭദ്രകാളി ചോറ്റാനിക്കരയൊക്കെ ഒന്ന് പോയാൽ പെട്ടെന്ന് രക്ഷപ്പെടും.
ടക്കേന്ന് രക്ഷപ്പെട്ടു പോകും. ചോറ്റാനിക്കരയിലൊക്കെ പോയി പൂരം നാളുകാർ തൊഴുക. പിന്നെ പായിപ്പാട് പുത്തങ്കാവലമ്പലത്തിൽ വന്ന് കടുംപായസവും ചെമ്പരത്തിമാലയും അമ്മയ്ക്ക് സമർപ്പിക്കുക. കുളത്തിൽ മലർ കൊണ്ട് മീനോട്ട് നടത്തുക. വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ പൂരം നക്ഷത്രക്കാര് ടക്കേന്ന് ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയിലേക്ക് പോകും. സംശയമൊന്നും വേണ്ട. മൂലം നക്ഷത്രക്കാർ സർപ്പത്തിന് വഴിപാട് ചെയ്യണം. ഞായറാഴ്ച ഒരു നെയ്വിളക്കം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ ലൈഫിൽ വലിയ ഉയർച്ച ഉണ്ടാവും, ഒരു സംശയം വേണ്ട. പിന്നെ ഭദ്രകാളിക്ക് വഴിപാട് വെള്ളിയാഴ്ച കടുംപായസവും ഭാഗ്യസുക്തോഷ്പാഞ്ജലിയും നെയ്വിളക്കും ഒക്കെ ചെയ്താൽ മതി. ഈ മൂലം നാളുകാർ ഒരാളുടെ കീഴിൽ നിന്നാൽ പോലും പിന്നീട് സ്വന്തം നിലയിലേക്ക് വരാൻ കഴിവുള്ളവരാണ്, അവരത് ആഗ്രഹിക്കുന്നവരുമാണ്. വലിയ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് മൂലം നാളുകാർ. ഇവർക്ക് സർപ്പപ്രീതി പ്രധാനമാണ്. അതുപോലെ ഈ ഭദ്രകാളി, കൃഷ്ണൻ പ്രീതി. പിന്നെ കർക്കിടക മാസം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നാളുകാർ രേവതി നാളുകാര് ജീവിതത്തിൽ അവർക്ക് വളരെ കഴിവുള്ളവരാണ്. അവർക്ക് ഇപ്പം ഒരു മെഡിസിൻ മേഖല ആയിക്കോട്ടെ, ഫിനാൻസ് മേഖല ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ മേഖല ആയിക്കോട്ടെ, ഇതിനൊക്കെ കഴിവുള്ളവരാണ്. അതുപോലെ ടീച്ചിങ് മേഖല, മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുക, മറ്റുള്ളവരെ നിയന്ത്രിക്കുക, സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഒക്കെ കഴിവുള്ളവർ. ഒരു സ്ഥാപനത്തിന്റെ മേധാവി അല്ലെങ്കിൽ ഒരു വകുപ്പിന്റെ മേധാവി ഒക്കെ ആകാൻ കഴിവുള്ളവരാണ്. അപ്പം ഇവര് കൃഷ്ണന്റെ ഇപ്പം ഗുരുവായൂരൊക്കെ പോയാൽ പെട്ടെന്ന് ജീവിതം മാറി. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നാളുകാര് ചൊവ്വ കർമ്മയുള്ളതാണ് DNA അസ്ട്രോളജി, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ഇനി തിരുവാതിര നക്ഷത്രക്കാര് ജീവിതത്തിൽ അവർക്കൊരു മധ്യവയസ്സ് കഴിഞ്ഞ് കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാരൻ മക്കളുമായിട്ടുള്ള ഒരു ഇടപെടലുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. മക്കളോടൊക്കെ അനുനയത്തിൽ നിന്നോണം തിരുവാതിര നാളുകാർ കേട്ടോ. മക്കളുമായിട്ടൊക്കെ സ്വരച്ചേർച്ച ഉണ്ടാകാതെ പോകുന്നതാണ് ഇവർക്ക് നല്ലത്. ഒരു സ്നേഹത്തിൽ പോവുക, അതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ നമ്മളൊരു സ്നേഹത്തിൽ പോകാൻ ശ്രമിക്കുക. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശിവന് വഴിപാട് ചെയ്താലും പെട്ടെന്ന് ജീവിതം മാറും. ഭഗവാന് പാൽപ്പായസം, അതുപോലെ പാർവ്വതീദേവിക്ക് പിൻവിളക്ക്, അതുപോലെ കൂവളത്തിലാർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ഇതൊക്കെ തിരുവാതിര നക്ഷത്രക്കാർ പക്കനാളിനും ശനിയാഴ്ചകളും, മാസത്തിൽ ഒരു ശനിയാഴ്ച, പിന്നെ പക്കനാളിനും ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവര് തിരുവാതിര നാളുകാരെ കബളിപ്പിക്കപ്പെടാതെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാതെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നക്ഷത്രത്തിന്റെ കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ചിത്തിര നാളുകാർ ശിവന് കൂടത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഇത് പക്കനാളിന് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും, ഒരു സംശയവും വേണ്ട. ഇവര് ഈ ചിത്ര നക്ഷത്രക്കാർ ഒരു പ്രത്യേകത, കൃഷി അങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്, രാഷ്ട്രീയം നല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നല്ല, സർവീസ് മേഖലകൾ നല്ല, പോലീസ്, ഫോഴ്സ്, ഇതൊക്കെ നല്ലതാണ്. പിന്നെ ദേശസേവനം ഒക്കെ അങ്ങനെയുള്ള മേഖല. ദേശസേവനം എന്ന് പറഞ്ഞാൽ മറ്റു സർക്കാർ ജോലികളോ അല്ലെങ്കിൽ മറ്റു ജോലികൾ കൊണ്ട് ദേശസേവനം ചെയ്യുന്ന ഒക്കെ നല്ലതാണ്. ഇവരുടെ ജീവിതത്തിൽ എന്താണെങ്കിലും ഇവർ പബ്ലിക്കുമായിട്ട് ഇടപെടേണ്ട ഒരു സമയങ്ങൾ ജീവിതത്തിൽ വരും. ഇപ്പൊ ഒന്നും അല്ലെങ്കിലും ചിലപ്പം തൊട്ടടുത്തൊരു അമ്പലത്തിൽ സപ്താഹമൊക്കെ അതിന്റെ മേൽനോട്ടം ചിലപ്പോൾ ഇവരായിരിക്കും. ഒരു 10 ആളുമായിട്ട് എപ്പോഴും ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അതിനുള്ള അവസരം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലർ ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും, ചിലർ സാമുദായിക മേഖലയായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു അനുഗ്രഹവും കഴിവുള്ളവരാണ് ചിത്ര നാളുകാർ. പക്ഷെ ഇവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. സൗഹൃദങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഇപ്പൊ ഇവർ വിവാഹം കഴിച്ചു, അപ്പം വേറെ ചിലപ്പോൾ ഒരു സ്ത്രീകളൊക്കെ ആയിട്ട് കുറച്ച് സോഷ്യൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൗഹൃദങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ആർക്കും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലേക്ക് സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യരുത്. മനസ്സിലായില്ലേ? അതായത് ഒരു സൗഹൃദമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് ചിത്തിര. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ചിലർക്കെങ്കിലും ശ്രദ്ധിക്കാൻ നല്ലതാണ്. പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. നമ്മൾ കൂടുതൽ ആരോടും സോഷ്യൽ ആകാതിരിക്കുക. മനസ്സിലാകുന്നില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. നല്ലതായിരിക്കും. ഇനിയും തിരുവോണം നക്ഷത്രക്കാർ വളരെ കഴിവുള്ളവരാണ്, വളരെ സ്കില്ലുള്ളവരാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ഏറ്റവും മേധാവിയാകാൻ കഴിവുള്ളവരും കീനായിട്ട്, അതായത് സൂക്ഷ്മമായിട്ട്, വളരെ ഷാർപ്പായിട്ടുള്ള ഷാർപ്പ് ഇന്റലിജൻസ് ഉള്ളവരാണ്. പക്ഷെ ഇവർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഇവരെ കുടുംബജീവിതത്തിലൊക്കെ ഒരു പാഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹമുള്ള തിരുവാതിര നക്ഷത്രക്കാരെല്ലാം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. അങ്ങനെയുള്ള എത്രയോ ആളുകളെ എനിക്കറിയാം. ഒരു കുഴപ്പമില്ല. കൃഷ്ണനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. അപ്പം തിരുവാതിര, ചിത്തിര, തിരുവോണം ശുക്രകർമ്മയാണ് DNA അസ്ട്രോളജി അനുസരിച്ച്. അപ്പം ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി 4 കാർത്തിക, പൂരം, മൂലം, രേവതി 8.
തിരുവാതിര, ചിത്തിര, തിരുവോണം 8, 3, 11 ഈ 11 നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം. കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ വൈകുന്ന പാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു ചുവന്ന പട്ട്, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, നെയ്വിളക്ക്, ഇത് വൈകിട്ട് അല്ലെ നെയ്യ് വൈകിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. കർക്കിടക മാസത്തിൽ ചെയ്യണം കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ടൊരു ഭഗവതി സേവയും കൊടുക്കണം. ഈ കർക്കിടക മാസം നിങ്ങളിത് ചെയ്യാതെ പോകരുത്, മറക്കരുത്. ഈ നാളുകാർ നിർബന്ധമായിട്ടും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും. പിന്നെ നിങ്ങളുടെ ഇഷ്ടം ചെയ്യുകയോ ചെയ്യാതിരിക്കും. അപ്പം ചിലർ ചോദിക്കും, സാറേ ഞാൻ ഈ നാളല്ല, എനിക്ക് ചെയ്യാമോ? ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ചെയ്യാം. ഈ നാളുകാർ നിർബന്ധമായും ചെയ്യുന്ന അവർക്ക് ഗുണമുണ്ടാകും. പിന്നെ എല്ലാ നാളുകാർക്കും ചെയ്യാം. അതുകൊണ്ട് വലിയ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരും. വെച്ചടി കയറ്റം ഉണ്ടാകും ജീവിതത്തിൽ കേട്ടോ. ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരു രഹസ്യം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ പലവിധ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഡോക്ടറെ കാണുക, ട്രീറ്റ്മെന്റ് ചെയ്യുക. നല്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് കുറവില്ല, വേറെ ഡോക്ടറെ കാണണം. ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. അതാണ് പ്രധാനം. അതിന്റെ കൂടെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. തകഴി, അതായത് ആലപ്പുഴ റൂട്ടിൽ ആലപ്പുഴ തകഴിയില്ലേ, തകഴി ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പലവിധ രോഗദുരിതങ്ങൾ മാറാൻ നല്ലതാണ്. ട്രീറ്റ്മെന്റിന്റെ കൂടെയാ കേട്ടോ, ട്രീറ്റ്മെന്റിന്റെ കൂടെ ചെയ്യാവുന്ന കാര്യമാണ്. ഒരുപാട് അനുഭവമുണ്ട്. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന കാര്യമാണ് പറഞ്ഞത്. തകഴി ശാസ്താവിന് പ്രത്യേക ശക്തിയുണ്ട് ഈ രോഗദുരിതങ്ങൾ ഇല്ലാതാക്കാൻ. അത് നമ്മൾ എന്ന് കരുതി നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പമാണ് അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ഇനിയും പറയാൻ പോകുന്ന ഭഗവാൻ വാസുദേവനെ കുറിച്ചാണ്, കൃഷ്ണനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ഇതൊരു പുണ്യമാണ് കേട്ടോ ഇത് കേൾക്കുന്നത് തന്നെ. അതായത് ഗോപികമാർ സ്നേഹം കൊണ്ടും സ്നേഹത്താലും, കംസൻ ഭയത്താലും, ശിശുപാലൻ ദ്വേഷത്താലും, അതുപോലെ പാണ്ഡവന്മാർ ആത്മാർത്ഥമായ സ്നേഹത്താലും, മഹർഷിമാർ ഭക്തിയാലും ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ഉറപ്പിച്ച് സ്മരിച്ച് പരമപദം പൂകിയവരാണ്. ഇത്ര മനോഹരമാണ്, ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ പരീക്ഷത്ത്, അംബരീക്ഷൻ, പ്രഹ്ലാദൻ, ഉദ്ധവർ ഇവരെല്ലാം പരമഭക്തിയാൽ ഭഗവാനോടുള്ള പരമഭക്തി കൊണ്ട് ഭഗവത് പാദം പൂകിയവരാണ്. അപ്പൊ ഈ ഭഗവാനെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ കർക്കിടക മാസമായ ഈ പുണ്യമാസത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ കേൾക്കുക. മനസ്സിലായില്ലേ? ഇപ്പം ഭഗവാന്റെ മാഹാത്മ്യം എവിടെ ഉണ്ടെങ്കിലും അത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ പോയി കേൾക്കണം. ചിലപ്പം പലയിടത്തും ഈ സപ്താഹ വായനയൊക്കെ ഉണ്ട്, അത് കേൾക്കുക. ഭഗവാന്റെ മാഹാത്മ്യം അത് എപ്പം പോയി കേട്ടാലും, ഞാനിപ്പോൾ കർക്കിടക മാസം പുണ്യമാസം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാസം പറഞ്ഞു തരുന്നതേ ഉള്ളൂ. എപ്പോഴും എവിടെ ഏത് സമയവും ഏത് മാസവും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ എവിടെ പറയുന്നോ അത് നമുക്ക് പറ്റുമെങ്കിൽ പോയി കേൾക്കുക. പരമ പുണ്യമാണ്, ഭഗവാന്റെ പരമ അനുഗ്രഹം ഉണ്ടാകും. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ, ഭഗവാൻ വാസുദേവന്റെ. അപ്പം ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. 2, ഭഗവാന്റെ നാമം ജപിക്കുക. ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്കും ഭഗവാൻ അവരെ കൈവിടത്തില്ല. പരമമായ അനുഗ്രഹം, പരമമായ പുണ്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നാമം പറഞ്ഞുതരാം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരമ പുണ്യമായ വീഡിയോ എന്ന്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് നിങ്ങൾ പറ്റുമ്പോഴൊക്കെ വാഗോണ്ട് ജപിക്കുക, ദിവസവും ജപിക്കുക. ഒരു ദിവസം തന്നെ പലതവണ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത? ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് തന്നെ ഭഗവാന്റെ പരമപദം പോകാൻ സാധിക്കും. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് തന്നെ. അതെന്താ ഈ മന്ത്രത്തിന് ഇത്ര പ്രത്യേകത? കേട്ടുകൊള്ളുക. അതാ ഞാൻ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന പരമ പുണ്യമാണെന്ന് പറഞ്ഞു. ഈ മന്ത്രത്തിന്റെ ചില രഹസ്യങ്ങളെ കുറിച്ച് ഞാൻ പണ്ട് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അതിൻ്റെ ഒരു ജ്ഞാനം കിട്ടിയില്ല. ഇന്നാണ് അത് സംഭവിച്ചത്. ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾ പരിശ്രമിച്ചിട്ടാണ് എനിക്കത് മനസ്സിലായത്. പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഇതിൻ്റെ രഹസ്യം ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നാണ് എനിക്കത് പറ്റിയത്.
ഇതൊരു ധന്യമുഹൂർത്തമാണ്. അപ്പൊ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നാരദൻ ധ്രുവൻ ഉപദേശിച്ചതാണ്. അതല്ല രഹസ്യം, ഞാൻ ആ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞുതരാം. നാരദൻ ഉപദേശിച്ചതാണ് നാരദനല്ല, ക്ഷമിക്കണം, നാരദൻ ധ്രുവൻ ഉപദേശിച്ചതാണ്. അത് ജപിച്ചാണ് ധ്രുവന് ഭഗവാന്റെ ദർശനം കിട്ടിയത്. ഭഗവാന്റെ ദർശനം കിട്ടിയത് ധ്രുവനെ ഭഗവാൻ കൊണ്ടുപോകായിരുന്നു. ഭഗവാന്റെ ആ പരമമായ അനുഗ്രഹം ധ്രുവന് കിട്ടി ഈ മന്ത്രം ജപിച്ചാണ്. ഓം നമോ ഭഗവതേ വാസുദേവ. ഇത് ധ്രുവന് കൊടുത്തത് ആരാണ്? നാരദനാണ്, നാരദ മഹർഷിയാണ്. ഈ മന്ത്രം ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഓം എന്ന് പറയുന്നത് ഭഗവാന്റെ ശിരസ്സാണ്. ഇതാണ് ഇതിന്റെ രഹസ്യം. ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് വിചാരിച്ചത്. അന്ന് എനിക്ക് അതിന് അറിവ് കിട്ടിയില്ല. ഇന്ന് എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് കിട്ടിയ ഞാനാണ് പറഞ്ഞു തരുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം, അതിലെ ഓരോ അക്ഷരവും ഭഗവാന്റെ ശരീരമാണ്. ഭഗവാന്റെ ശരീരം എന്ന് വെച്ചാൽ ഭഗവാനുള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഭഗവാനുള്ളിലാണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം. അത് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചവും ഈ സമസ്ത ലോകവും സമസ്ത പഞ്ചഭൂതങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ശരീരമാണ് ഈ മന്ത്രം. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചമായ പഞ്ചഭൂതങ്ങളും എല്ലാമായ ഭഗവാന്റെ ശരീരമാണ് ഈ മന്ത്രം. ഓം എന്ന് ജപിച്ചാൽ ഭഗവാന്റെ ശിരസ്സിനെ ചിന്തിക്കണം. നാ എന്ന് ജപിക്കുമ്പോൾ ഭഗവാന്റെ തിരുമുഖം, ഭഗവാന്റെ മുഖം ചിന്തിക്കണം. അതായത് ഓം എന്നുള്ളത് ഭഗവാന്റെ ശിരസ്സാണ്. നാ എന്നുള്ള അക്ഷരം ഭഗവാന്റെ മുഖമാണ്. ഓം നാ മോ എന്നുള്ളത് ഭഗവാന്റെ തോളുകൾ ആണ്. ഓം നാ മോ ഭ എന്നുള്ളത് ഭഗവാന്റെ ഹൃദയമാണ്. ഓം നാ മോ ഭ എന്നുള്ളത് ഭഗവാന്റെ തൃക്കണ്ണുകളാണ്. ഓം എന്നുള്ളത് ഭഗവാന്റെ ശിരസ്സാണ്. നാ എന്നുള്ളത് ഭഗവാന്റെ തിരുമുഖമാണ്. എന്നുള്ളത് ഭഗവാന്റെ തോളുകളാണ്. ഓം നമോ ഭ എന്നുള്ളത് ഭഗവാന്റെ തൃക്കണ്ണാണ്, കണ്ണുകളാണ്. ഓം നമോ ഭ. എന്നുള്ളതാണ് ഭഗവാന്റെ ഹൃദയം. ഭഗവാന്റെ ഹൃദയമാണ്. എന്നുള്ളത് ഭഗവാന്റെ കവചമാണ്. ഓം നമോ ഭ ഭഗവാന്റെ കവചമാണ്. ഓം നമോ ഭഗവതേ. തേ എന്നുള്ളത് ഭഗവാന്റെ മനസ്സാണ്. ഈ തേ എന്നുള്ളതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് കേട്ടോ. തേ എന്നുള്ള ആ അക്ഷരത്തിനകത്ത് അത് ഭഗവാന്റെ മനസ്സാണ്. ഈ ക്രിയാകുണ്ടലിനി പ്രാണായാമത്തിന്റെ 4ാം ക്രിയയിൽ ഈ മന്ത്രമുണ്ട്. അതായത് ക്രിയ ബാബാജി എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത യോഗി. നെറ്റിലൊക്കെ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയാണ് ക്രിയായോഗം. അതിൻ്റെ 4ാമത്തെ ക്രിയയിൽ ഈ മന്ത്രമുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ മന്ത്രത്തെക്കുറിച്ച്, ഈ മന്ത്രം അത്ര പവിത്രമായൊരു മന്ത്രമാണ്. അപ്പം ഓം പറഞ്ഞു, നാ പറഞ്ഞു, മോ പറഞ്ഞു, നമോ, ഭ പറഞ്ഞു, ഗ പറഞ്ഞു, വാ പറഞ്ഞു, തേ പറഞ്ഞു. തേ എന്നുള്ള ഭഗവാന്റെ മനസ്സ്. തേ എന്നുള്ള അക്ഷരം ഭഗവാന്റെ മനസ്സിനെ സൂചിപ്പിക്കും. ഭഗവാന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്നാ? ദ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്. അത് അപാരമായ ആ ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചമാണ്. പ്രപഞ്ചബോധമാണ്. അത് സ്ഥൂലമാണ്, സൂക്ഷ്മമാണ്. അണ്ടത്തിലുള്ളതും പിണ്ടത്തിലുള്ളതും എല്ലാം ഭഗവാന്റെ മനസ്സാണ്. ഏറ്റവും വലിയ അറിവാകട്ടോ ഭഗവാന്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും പിണ്ടത്തിലുള്ളതും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളത് എല്ലാം ഭഗവാന്റെ മനസ്സല്ല. ഓം നമോ ഭഗവതേ. അടുത്ത അക്ഷരം വാ. എന്ന് വെച്ചാൽ ഭഗവാന്റെ പൊക്കിൽ കൊടി. സു എന്നുള്ളത് ജഗനം എന്ന് വെച്ചാൽ അരക്കെട്ട് ഭഗവാന്റെ. ഓം നമോ ഭഗവതേ വാസു. ദേ എന്നുള്ളത് തൃക്കാലുകൾ, ഭഗവാന്റെ തൃക്കാലുകൾ. ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിൽ പുണ്യമാണ്. തൃക്കാലുകൾ. ഓം നമോ ഭഗവതേ വാസു ദേ. ദേ എന്നുള്ളത് തൃക്കാലെന്ന് പറഞ്ഞു. വാസുദേ വാ. അടുത്ത വാ എന്നുള്ളത് ഭഗവാന്റെ കാൽമുട്ടുകൾ. എന്നുള്ളത് ഭഗവാന്റെ കാലടി, ഭഗവാന്റെ കാലിന്റെ അടിയിലെ ഭാഗം, പരമപുണ്യം. ഇങ്ങനെ ഓരോ അക്ഷരവും ഭഗവാന്റെ ശരീരമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോ തവണ ഈ മന്ത്രം ജപിച്ചാൽ അതിലും വലിയ അറിവില്ല, അതിലും വലിയ ജ്ഞാനമില്ല.
അതിലും വലിയ പുണ്യമില്ല, അതിനപ്പുറത്ത് യാതൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ കർക്കിടക മാസത്തെ ഈ പരമപുണ്യമായ ഈ രഹസ്യം പറഞ്ഞു തരികയാണ്. കർക്കിടകം പുണ്യമാസമാണ്, ശ്രീരാമനാമം ജപിക്കുന്ന മാസമാണ്. രാമനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ, അത് കാണാതെ പോകരുത്. ഇതുപോലെ തന്നെ രാമമന്ത്രത്തിന്റെ രഹസ്യം അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ദേവി പ്രീതിക്ക് ഏറ്റവും പ്രധാനമാണ് കർക്കിടക മാസം. മാത്രമല്ല പിതൃപ്രീതി കർക്കിടക മാസത്തില് രാമമന്ത്രം ജപിക്കുന്നതുകൊണ്ടും ഉണ്ടാകും. പിന്നെ കർക്കിടക ബലിയൊക്കെ പിതൃപ്രീതികരങ്ങളായ കാര്യങ്ങളാണ്. മാത്രമല്ല ഞാൻ ഈ മാസത്തിൽ നിങ്ങൾക്ക് ഭഗവാന്റെ രഹസ്യം, ആ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള പരമ പുണ്യമായ മന്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത്. ഇത് ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങളാണ്. നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മറന്നുപോകും. അങ്ങനെ നിങ്ങൾ മനസ്സിൽ കണ്ട ഈ ഓം നമോ ഭഗവതേ വാസുദേവായ ഒറ്റ തവണ പോലും ജപിച്ചാൽ പരമപുണ്യമാണ്. പിന്നെ ദിവസവും പലതവണ ജപിക്കാം, വാഗൊണ്ട് ജപിക്കണം കേട്ടോ, മനസ്സിലും ജപിക്കാം, പറ്റുന്ന അത്ര വാഗൊണ്ട് ജപിക്കാം. വാഗൊണ്ട് ജപിക്കുന്നത് ആദ്യം ജപിക്കുമ്പോൾ വാഗൊണ്ട് കൂടുതൽ ജപിക്കണം, പിന്നെ മനസ്സിലേക്ക് വരാവുള്ളൂ കേട്ടോ. അതാണ് അതിന്റെ രഹസ്യം. വാഗൊണ്ട് ആദ്യമൊക്കെ ജപിച്ചോണം. പിന്നെ കുറെ ആയിക്കുമ്പോൾ മനസ്സിലായിക്കോളും. അത് മനസ്സിൽ കൊണ്ട് ആയിക്കോളും ജപം. വാഗൊണ്ട് കഴിയുന്ന അത്ര ജപിക്കുക. നമുക്ക് കേൾക്കാം ശബ്ദത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭഗവാന്റെ ആ ശരീരം ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, പരമപുണ്യമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഇതറിയണം. ഇതറിയാതെ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞാലും നിങ്ങളുടെ അറിവ് അപൂർണമാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ശിവനും വിഷ്ണു എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അത് ആദ്യം അറിയുക. ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഭഗവാൻ കൃഷ്ണനെ അറിഞ്ഞാലും നിങ്ങൾ ശിവനെ അറിയും, ശിവനെ അറിഞ്ഞാലും കൃഷ്ണനെ അറിയും, കൃഷ്ണനെ അറിഞ്ഞാലും ഭദ്രകാളി അറിയും. ഇതെല്ലാം ഒരു ചൈതന്യമാണ്, അത് മനസ്സിലാക്കുക. എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ പല രീതിയിൽ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ കേട്ടോ. അപ്പം അതല്ലേ ഈ എല്ലാ ശങ്കരനും നാരായണനും ഒന്ന് തന്നെയാണെന്നുള്ള അറിയാൻ വേണ്ടിയാ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ട് അല്ലേ. പിന്നെ ശിവനും പാർവതിയും കൂടെ ഉള്ള ഒരു ശരീരമായിട്ടുള്ളത്, ഇതെല്ലാം ഒന്നാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ശിവനെ വിളിക്കുന്ന ആളാണ്. പക്ഷെ എങ്കിലും ആ ശിവനെ വിളിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ നാരായണനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാം ഒന്നു തന്നെയാണ്. എനിക്ക് അനുഭൂതി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞപ്പോൾ ഭഗവാന്റെ ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്, ഉള്ളിൽ ഒരു നിർവൃതി ഉണ്ടാകുന്നുണ്ട്. കാരണം പരമമായ ഒരു ജ്ഞാനമായി ഈ പറഞ്ഞതെന്ന്. ഇതെന്റെ അറിവല്ല, ഈശ്വരൻ തന്ന ജ്ഞാനമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഈ അറിഞ്ഞത്. നിങ്ങൾ എത്ര ഇനി ഭഗവാന്റെ ഈ ഭഗവാന്റെ നാമത്തിന്റെ കാര്യം പറഞ്ഞു തന്നു. ഇനിയും ഭഗവാനെ സ്മരിക്കുന്നവരും ഭഗവാന്റെ പരമപദം പോകും നിഷ്കളങ്കമായി മനഃശുദ്ധിയോടുകൂടി. ഈ മനഃശുദ്ധിയുടെ രഹസ്യം പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ, ഭഗവാനെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഈ കലിയുഗത്തിൽ മനഃശുദ്ധിയോടുകൂടി സ്മരിച്ചാൽ പരമപദം പോകും. കാരണം ഈ കലിയുഗത്തിൽ മനഃശുദ്ധി ഉണ്ടാകാൻ വലിയ പാടാ. കലിയുഗത്തിൽ മനസ്സ് ഏറ്റവും ദുഷിച്ചിരിക്കുന്ന സമയമാണ്. എപ്പോഴും ആരുടെയെങ്കിലും കുറ്റം, അപ്പുറത്തുകാർ അതുവഴി പോയി, അപ്പുറത്തെ അവര് ഇതുവഴി പോയി, അല്ലെങ്കിൽ അവരത് ചെയ്തു ഇത് ചെയ്തു, മനസ്സിൽ എപ്പോഴും എങ്ങനെ കളങ്കം വരുന്ന കാര്യങ്ങൾ ഈ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിൽ കയറ്റി വെക്കും. അങ്ങനെ മനസ്സിൽ എപ്പോഴും ഒരു ശുദ്ധിക്കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് കൃതയുഗത്തില് യജ്ഞങ്ങൾ കൊണ്ടായിരുന്നു ഭഗവാനെ പരമപദം പോകുന്നത്. എന്നാൽ ത്രേതായുഗത്തിൽ വന്നപ്പോഴത്തേനും ആ യജ്ഞങ്ങൾ എന്നുള്ളത് ഭഗവാനുള്ള ആ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയി. ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പം അർച്ചനകൾ കാര്യങ്ങളായി. കലിയുഗത്തിലാണ് മനഃശുദ്ധി കൊണ്ട് ഭഗവാനെ പ്രാപിക്കാം. ഇപ്പം കൃതയുഗത്തിലാണ് യജ്ഞം കൊണ്ടാണ് ഭഗവാനെ പ്രാപിക്കുന്നത്. ദ്വാപരയുഗത്തിലാണെങ്കിൽ ഭഗവാൻ വേണ്ടിയുള്ള സമർപ്പണങ്ങളെ, അങ്ങനെയുള്ള ഭഗവാൻ വേണ്ടിയുള്ള ആ മഹത്തായ സമർപ്പണങ്ങളെ, ഭഗവത് സ്മരണം, ഇതൊക്കെ കൊണ്ട്. എന്നാൽ ദ്വാപരയുഗത്തില് അത് ത്രേതായുഗത്തില് ഭഗവാനുള്ള ആ ഭഗവാനെ ഭക്തയോടെ മനസ്സിൽ സമർപ്പിക്കുന്ന ആ സമർപ്പണം കൊണ്ട് നമുക്ക് ത്രേതായുഗത്തിൽ ഭഗവാന്റെ പരമപദം പ്രാപിക്കാമായിരുന്നു. എന്നാൽ ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോൾ അർച്ചന അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ച് നിഷ്കാമ ഭക്തിയോടുകൂടി ചെയ്ത്. കലിയുഗത്തിൽ വന്നപ്പോൾ എന്ത് മതി? മനഃശുദ്ധിയോടെ വിളിച്ചാൽ മതി. കാരണം മനഃശുദ്ധി വലിയ ബുദ്ധിമുട്ടാണ് കലിയുഗത്തിൽ. അതുകൊണ്ടാണ് മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ. ഈ മനഃശുദ്ധിയോടുകൂടി
ഭഗവാനെ സ്വരൂപം സ്മരിക്കുന്നവർക്കും പരമപദം പോകാൻ പറ്റും. ഇനിയും അവസാനത്തെ ഇത് പറഞ്ഞുതരാം. ഭഗവാന്റെ പരമപദം പോകുന്നതിന്റെ 4ാമത്തെ കാര്യം പറഞ്ഞുതരാം. എന്താണ്? ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്ന ചിന്തയെ വേണം വിളിക്കാൻ. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം. ഇരിക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള ചിന്തയിൽ സർവ്വതും ഭഗവാനാണ് എന്ന് സമർപ്പിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം. അവരും ഭഗവാന്റെ പരമപദം പോകും. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഭഗവാന്റെ പരമപദം പ്രാപിക്കാൻ വേണ്ടി. 1, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കുക. 2, ഭഗവാന്റെ നാമജപത്തെക്കുറിച്ചാണ് ഞാൻ ഈ രഹസ്യം കൂടുതൽ പറഞ്ഞ്. 3, ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ ധ്യാനിക്കുന്നവര്. 4, ഞാനൊരു ദാസനാണെന്ന രീതിയിൽ ദാസനാണെന്ന് സങ്കല്പിച്ച്, അതായത് ഭഗവാനെ വിളിക്കുന്ന ആള് ഭഗവത് ദാസനാണെന്ന് സങ്കല്പിച്ച് നിഷ്കാമമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് അവനവന്റെ കർമ്മം ചെയ്യുന്നവർ. ഇത്രയും പറയാൻ സാധിച്ചതിന് ഈശ്വരന് നന്ദി, മഹത്വം. ഇതൊന്നും എൻ്റെ അറിവല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണമുണ്ടാകട്ടെ. ഇത് ഈ പുണ്യമാസമായ കർക്കിടക മാസത്തിൽ പറഞ്ഞുതരാൻ പറ്റിയതും വലിയ പുണ്യമായിട്ട് കാണുന്നു. ഇതെല്ലാവരും നമുക്ക് അറിയാത്തവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഈ വീഡിയോ ഒന്നും എല്ലാവരും കാണണമെന്നില്ല. കാരണം ഈ നല്ല കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ആളുകൾ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇത് ഏതൊരു ഹൈന്ദവനും ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ആവശ്യമുള്ളവർക്ക്, അഹങ്കാര ചിന്തയും മനോഭാവം ഉള്ളവർക്കൊന്നും ദൈവം പോലും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് ഈശ്വരനെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഓം നമോ ഭഗവതേ വാസുദേവായ.